കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPMന്റെ അവസ്ഥ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനീ പറഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പുകൾ നടന്ന 2014-ലും 2009-ലും 2006-ലുമൊക്കെ CPM നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ CPMന്റെ ഈ അവസ്ഥ മനസ്സിൽ കണ്ടിരുന്നു. ഉറപ്പിച്ചു പറയാൻ കഴിയും, ഒരിക്കലും ഇത്തരമൊരവസ്ഥ CPMന് വരുമെന്ന്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേട്ടോ. ഇത്തരം ഒരവസ്ഥ വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളോ പ്രവർത്തകരോ അനുഭാവികളോ ഒന്നും സ്വപ്നം കണ്ടു കാണില്ല. അവർ ചിന്തിച്ചു പോലും കാണില്ല. രാജ്യത്തെ ആദ്യ മന്ത്രിസഭയായ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ച പാർട്ടിയുടെ പ്രധാന ഭാഗമാണ് ഇന്നത്തെ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പ് ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രധാന ഭാഗമെന്ന് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എവിടെ നിന്നെങ്കിലും കുറച്ച് കോൺഗ്രസ്സുകാർ ചാടിത്തുള്ളി വരും. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ CPI പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ചിട്ടില്ല എന്നും അന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന കോൺഗ്രസിന് താഴെ തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയതെന്നും അവർ പറയും. അവർ പറയുന്നത് ശരി തന്നെയാണ്. കാരണം അന്ന് കോൺഗ്രസ് പാർട്ടി 364 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന CPI 16 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. പക്ഷേ എന്തു ചെയ്യാം, കണക്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ AK ഗോപാലന് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് നൽകാമായിരുന്നു. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നൽകിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ 16 സീറ്റ് വാങ്ങിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാൻ മനസ്സില്ലായിരുന്നു എന്ന് ഇന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് തോന്നുകയാണെങ്കിൽ 2014-ലും 2019-ലും എത്ര സീറ്റോട് കൂടിയാണ് നിങ്ങൾ പാർലമെൻറ്റിൽ ഇരുന്നത് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാനുള്ള ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ BJP ആ നേതൃസ്ഥാനം നിങ്ങൾക്ക് തന്നിരുന്നുമില്ല. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കാലം ഒരു കാര്യത്തിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ? അതൊന്നും ഓർത്താൽ മതി. അതവിടെ നിൽക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി. അതിൽ CPMും CPIയും രണ്ടും ഇപ്പോൾ ഒരു മുന്നണിയിൽ തന്നെയാണ്. ആ രണ്ട് പാർട്ടികളും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2029-ൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം കൊടുക്കുന്ന LDF മുന്നണിക്ക് വീണ്ടും ഇതേ അവസ്ഥയാണെങ്കിൽ പിന്നെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ CPM മത്സരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ചില പ്രവർത്തകർ പറയുന്നത്. ഇനി ഞാൻ 2 ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകരുന്നത്? ഇതേ ഇടതുപക്ഷത്തിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്താം? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്നതിന് മുൻപ് 1999 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമ്മളൊന്ന് പരിശോധിക്കണം. 1999-ൽ കേരളത്തിൽ CPM ഉൾപ്പെടുന്ന പാർട്ടികൾ LDFിലും കോൺഗ്രസ് ഉൾപ്പെടുന്ന പാർട്ടികൾ UDFിലും തന്നെയാണ് മത്സരിച്ചത്. ദേശീയതലത്തിലും CPMും കോൺഗ്രസും ഒരുമിച്ച് മുന്നണി രൂപീകരണം ഉണ്ടായിരുന്നില്ല. K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള UDFും EK നായനാരുടെ നേതൃത്വത്തിലുള്ള LDFും 1999-ൽ കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 11 സീറ്റുകൾ നേടി UDF മേൽക്കൈ സ്വന്തമാക്കുകയായിരുന്നു. LDFിന് 9 സീറ്റുകളാണ് ലഭിച്ചത്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കോൺഗ്രസും CPMും ഒരേ സീറ്റുകൾ വീതമാണെന്ന് നേടിയത്. 8 സീറ്റുകൾ വീതം ഇരുവരും നേടി. UDF സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് 2 സീറ്റുകളും മാണി കോൺഗ്രസ് 1 സീറ്റ് നേടിയതോടെ UDF 11 സീറ്റുകൾ പൂർത്തിയാക്കി. CPM 8 സീറ്റുകൾ നേടിയപ്പോൾ CPI 1 സീറ്റ് നേടിയില്ല. അന്ന് LDFിനൊപ്പമായിരുന്ന PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് 1 സീറ്റ് സ്വന്തമാക്കി. അങ്ങനെ അന്തിമ കണക്ക് 11-8 എന്നിങ്ങനെയായിരുന്നു. മറ്റൊരു പ്രധാന സംഗതി, അന്ന് ദേശീയതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPM നേടിയത് 33 സീറ്റുകളായിരുന്നു. CPMും മറ്റു പാർട്ടികളും അന്ന് 3-ാം മുന്നണിയായി തന്നെ ലോക്സഭയിൽ തുടർന്നു. ഈ 2004-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2004-ലെ തെരഞ്ഞെടുപ്പ്. 2019-ലെയും അതുപോലെ 2024-ലെയും തെരഞ്ഞെടുപ്പുകളിൽ LDFിൻ്റെ പ്രകടനം എടുത്തു പറഞ്ഞ് UDFുകാർ കളിയാക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. 2 തവണയും ഓരോ സീറ്റ് വീതമാണ് LDF നേടിയത്. LDF എന്ന് പറയുമ്പോൾ CPM നേടിയത്. കനൽ ഒരു തരി എന്ന രീതിയിലാണ് ഈ കോൺഗ്രസ്സുകാരുടെ കളിയാക്കൽ തുടരുന്നത്. ഈ കളിയാക്കുന്നവർ ഓർത്തു വയ്ക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് 2004-ലെ തെരഞ്ഞെടുപ്പ്.
കേരളത്തിലെ 20 സീറ്റുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് 17 സീറ്റുകളിലാണ്. ഒരൊറ്റ സീറ്റിൽ ജയിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് 2 സീറ്റിൽ മത്സരിച്ചു, 1 സീറ്റിൽ അവർ ജയിച്ചു. മാണി കോൺഗ്രസ് 1 സീറ്റിൽ മത്സരിച്ചു, ആ സീറ്റിൽ അവർ തോറ്റു. അതേസമയം ആ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് 13 സീറ്റുകളിലാണ്, 12 സീറ്റുകളിൽ വിജയിച്ചു. CPI മത്സരിച്ചത് 4 സീറ്റുകളിൽ, അതിൽ 3 സീറ്റുകൾ അവർ നേടി. കേരള കോൺഗ്രസ് ജോസഫ് 1 സീറ്റിൽ മത്സരിച്ചു, അവർ അത് നേടി. ജനതാദൾ സെക്കുലർ 1 സീറ്റിൽ മത്സരിച്ചു, അവരും അത് നേടി. LDF സ്വതന്ത്രൻ മത്സരിച്ച 1 സീറ്റിൽ അയാളും വിജയിച്ചു. അങ്ങനെ LDF ആകെ വിജയിച്ചത് 18 സീറ്റുകളിൽ. ഇതിനിടെ നേരത്തെ മാണി കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന PC തോമസ് IFDP എന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മൂവാറ്റുപുഴയിൽ മത്സരിച്ച PC തോമസിനെ BJP പിന്തുണയും നൽകി. ശക്തമായ ത്രികോണ മത്സരത്തിൽ CPMലെ PM ഇസ്മയിലിനെ വെറും 529 വോട്ടുകൾക്ക് PC തോമസ് തോൽപ്പിക്കുകയായിരുന്നു. അതേസമയം അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ മത്സരിച്ച ജോസ് കെ മാണി 2 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് പോയി. എന്തായാലും PC തോമസിൻ്റെ വിജയം കോടതി കയറി എന്നുള്ളത് മറ്റൊരു കഥ. ഇത്തരത്തിൽ സംഭവ ബഹുലമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2004-ലേത്. ഇനി ഏതെങ്കിലും കോൺഗ്രസ്സുകാർ കനലൊരു തരി എന്ന് പറഞ്ഞ് CPMനെ ചൊറിയാൻ വന്നാൽ 2004-ലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. അതവിടെ നിൽക്കട്ടെ. 2004 വരെ രാജ്യം ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നത് ഒഴിവാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള 1-ാം UPA സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം തീരുമാനിക്കുന്നു. അങ്ങനെ സ്പീക്കർ സ്ഥാനം മാത്രം ഏറ്റെടുത്തുകൊണ്ട് CPM UPA സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണച്ചു. ഇനി 2009-ലേക്ക് വരാം. 1-ാം UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചതിനെ തുടർന്ന് സമാജ്വാദി പാർട്ടി സർക്കാരിന് പിന്തുണയുമായി എത്തുകയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2009-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM നേതൃത്വത്തിലുള്ള LDFും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFും മത്സരിച്ചു. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF 16 സീറ്റുകളിൽ വിജയിച്ചു. LDF വിജയിച്ചത് 4 സീറ്റുകളിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. അന്നത്തെ UPA സർക്കാരിനോട് ജനങ്ങൾക്ക് താൽപ്പര്യമുള്ളതുകൊണ്ടാണ് ആ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നത്. 1-ാം UPA സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ച ഇടതുപക്ഷത്തിനോടുള്ള വിരോധം 4 സീറ്റിൽ ഒതുക്കി കേരളത്തിലെ ജനങ്ങൾ തീർത്തു. പക്ഷേ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 സീറ്റ് ഒക്കെ വലിയ കാര്യമാണ്. ഇത്രയും പ്രതികൂല സാഹചര്യമുണ്ടായിട്ടും കേരളത്തിൽ 4 സീറ്റുകൾ ഇടതുപക്ഷത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ സമയത്ത് ഒരു നേട്ടം തന്നെയായിരുന്നു. അവിടെ പ്രത്യേകം ഓർക്കാനുള്ളത്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിൽ യാതൊരു മുന്നണി ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഇനി 2014-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുപക്ഷം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അന്ന് CPM 5 സീറ്റുകൾ നേടി, 2 LDF സ്വതന്ത്രന്മാർ വിജയിച്ചു, 1 സീറ്റ് CPIയും സ്വന്തമാക്കി. അങ്ങനെ 8 സീറ്റുകളിൽ അന്ന് ഇടതുപക്ഷം വിജയിച്ചു. അപ്പുറത്ത് നോക്കിയാൽ കോൺഗ്രസ് 8 സീറ്റുകൾ വിജയിച്ചപ്പോൾ മുസ്ലിം ലീഗ് 2 സീറ്റിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 1 സീറ്റിലും ഇടതുപക്ഷം വിട്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് പോയ RSP 1 സീറ്റിലും വിജയിച്ചു. അങ്ങനെ 12 സീറ്റിൽ UDFും വിജയം കണ്ടു. ദേശീയതലത്തിൽ 2 മുന്നണികളും തമ്മിൽ യാതൊരു മുന്നണി ബന്ധവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കണം. ഇനി 2019-ലേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന് ആദ്യമായി അടിതെറ്റി തുടങ്ങുന്നത് ഈ പറയുന്ന 2019-ലാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസും CPMും ഒരുമിച്ചാണ് ദേശീയ തലത്തിൽ BJPക്കെതിരെ നിലകൊള്ളുന്നതെന്ന കാര്യം തീർച്ചയായിരുന്നു. 2019-ൽ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത് ഒരൊറ്റ സീറ്റ് മാത്രമാണ്. ആലപ്പുഴയിൽ ആരിഫ് വിജയിച്ചപ്പോൾ ബാക്കി 19 സീറ്റുകളിലും UDF വിജയം കണ്ടു. CPMും കോൺഗ്രസും ഒരുമിച്ച് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നിരയിൽ 5 വർഷം ഇരുന്നു. ഇനി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2024 നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ അതേ വിജയം തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായത്, 1 സീറ്റ്. എന്നാൽ അവിടെ മറ്റൊരു ടെസ്റ്റ് കൂടി നടന്നു. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി BJP 1 സീറ്റ് നേടി, ബാക്കി 18 സീറ്റ് UDF സ്വന്തമാക്കി. ഇതാണ് 1999 മുതൽ 2014 വരെയുള്ള കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. ഇതിന് അവസാനം പറഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, അതായത് 2019-ലെയും 2024-ലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായുള്ള തോൽവികൾ ഏറ്റുവാങ്ങുന്നതിന് ഒരു കാരണമുണ്ട്. എല്ലാവരുടെ കണ്ണിന് മുന്നിൽ ഉണ്ടായിരുന്നതും
എന്നാൽ നമ്മളാരും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്ത ഒരു പ്രധാന കാരണം. 2014 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് LDF ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മാന്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഓരോ തവണയും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനം തന്നെയാണ് ഇടതുപക്ഷം അവിടെ കാഴ്ചവച്ചിരിക്കുന്നത്. അതിൽ 2009 മാത്രം ഒരു 4 സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ പോരായ്മയായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്നാൽ അതിന് തൊട്ട് മുൻപ്, അതായത് 2004 എല്ലാ സീറ്റുകളും പിടിച്ചെടുത്ത് LDF കരുത്ത് കാട്ടി. അതുപോലെ 2014 വന്നാൽ അന്ന് LDF നേടിയ 8 സീറ്റ് ഒരു ചെറിയ അളവല്ല. എന്നാൽ 2019 മുതൽ പിന്നീട് ഇങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് LDFിൻ്റെ തകർച്ചയാണ്. എന്താണ് അതിന് കാരണം? ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ അവരുടെ കഴിഞ്ഞ തവണത്തെ മൂഡ് ഓഫ് ദ നാഷൻ സർവേയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകനായ രാഹുൽ വർമ്മ സുപ്രധാനമായ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. രാഹുൽ വർമ്മ പറയുന്നത് ഇങ്ങനെയാണ്: 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചനം അസാധ്യമാണ്. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇടതുപക്ഷം അവരുടെ ശക്തി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, കേന്ദ്രത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതിന് ആ പിന്തുണ അവർ നൽകുന്നില്ല. കോൺഗ്രസും CPMും ഒരു മുന്നണിയായി തന്നെ മത്സരിക്കുമ്പോൾ അവിടെ എതിരാളികളായി മാറുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. CPMന് വോട്ട് നൽകി വിജയിപ്പിച്ച് CPM കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസിനെ നേരിട്ട് വിജയിപ്പിച്ചാൽ പോരെ എന്ന തോന്നൽ സ്വാഭാവികമായും പ്രബുദ്ധരായ മലയാളികൾക്കിടയിലുണ്ടാകും. ആ ഒരു സമവാക്യമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് രാഹുൽ വർമ്മ നടത്തിയത്. 2014 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച് നോക്കൂ. അന്ന് CPM നേതൃത്വം നൽകുന്ന LDFും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും ഒരു മുന്നണിയായിട്ടല്ല മത്സരിച്ചത്. എന്നാൽ ഇടതുപക്ഷം മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ 2019 മുതൽ കാണാൻ കഴിയുന്ന സ്ഥിതി അതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകുന്ന CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെയാണ്. 2019ലും 2024ലും LDFും UDFും ഒരു മുന്നണിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ LDFോ അല്ലെങ്കിൽ UDFോ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ മതി എന്ന് മലയാളികൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെക്കാൾ സാന്നിധ്യം കോൺഗ്രസിനുള്ളതുകൊണ്ട് ജനങ്ങളിൽ ആ ഒരു ചിന്ത പ്രാവർത്തികമായതാണ് ഈ വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസും CPMും, അതായത് UDFും LDFും ഒരേ മുന്നണിയായി മത്സരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എന്താണ് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത്? അവിടെ സംഭവിച്ചത് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ തകർച്ച മാത്രമേയുള്ളൂ. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസും CPMും ഒരേ മുന്നണിയായി മത്സരിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും ആശ്രയിക്കുന്നത് അവിടുത്തെ പ്രബല പാർട്ടിയായ DMKയെ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതെല്ലാം മറച്ചുവച്ച് കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് CPM അവിടെ വിജയിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലും നമ്മൾ കാണുന്നത്. DMK ഇല്ലെങ്കിൽ കോൺഗ്രസും ഇല്ല, CPMും ഇല്ല എന്ന് പറയുന്നതിന് പകരം കോൺഗ്രസ് ഇല്ലെങ്കിൽ CPM ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും മുന്നണി അടിസ്ഥാനത്തിൽ CPMന് സീറ്റുകൾ നൽകിയിട്ട് അത് കോൺഗ്രസിൻ്റെ ഔദാര്യമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രവണതയും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. 10-40 സീറ്റുകളുമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയായി ഇരുന്നിട്ടുള്ള പാർട്ടിയാണ് ഈ പറയുന്ന CPM എന്നൊരു വിലയിരുത്തൽ സ്വയം ഉണ്ടാകണം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം സ്വതന്ത്രമായി ഒന്ന് മത്സരിച്ചു നോക്കൂ. ഈ 2 തവണ നേടിയതിനേക്കാൾ 2 സീറ്റെങ്കിലും കൂടുതൽ നേടാൻ ഇടതുപക്ഷത്തിന് കഴിയും. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മറ്റു പാർട്ടികളെ കൂടെ കൂട്ടുകയും ഒടുവിൽ ആ പാർട്ടികളെ മൊത്തത്തിൽ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കോൺഗ്രസ് വച്ച് പുലർത്തുന്നത് എന്നൊരു ആരോപണം നേരത്തെയുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളുടെ കാര്യത്തിൽ ഈ ആരോപണം ശരിയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇടതുപക്ഷം കോൺഗ്രസുമായി കൂട്ടുകൂടിയത് കൊണ്ട് ആർക്കാണ് ലാഭമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയാൻ കഴിയും അത് കോൺഗ്രസിന് മാത്രമാണ് എന്ന്. ഇന്ന് CPM 4 സീറ്റുമായി കേന്ദ്രത്തിൽ ഇരിക്കേണ്ടി വരുന്നത് ശത്രുവിനെ കൂട്ടുപിടിച്ച് പൊതുശത്രുവിനെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലം തന്നെയാണ്. BJPയുമായി കൂട്ടുകൂടാൻ കഴിയില്ല. എന്നാൽ കോൺഗ്രസുമായി BJP ചേർക്കാൻ കൂട്ടുകൂടാം എന്ന ആ ഒരു ധാരണ മാറ്റിവെച്ച് BJPയും കോൺഗ്രസും വലതുപക്ഷ പാർട്ടികൾ തന്നെയാണെന്നും രണ്ടുപേരുമായി യാതൊരുവിധ കൂട്ടുകെട്ടും വേണ്ട എന്നും CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഒരു തീരുമാനമെടുത്താൽ അതിനുശേഷം അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾക്ക് ഉറപ്പായും ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള ശക്തിയുണ്ടാകും.